നമസ്കാരം, തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി SDPI പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് സംസ്ഥാന പ്രസിഡന്റ് പി അബ്ദുൽ മജീദ് ഫൈസി, പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസീധരൻ പള്ളിക്കൽ, ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടറി KS ഷാൻ, ആറ്റിങ്ങലിൽ സംസ്ഥാന ട്രഷറർ അജ്മൽ ഇസ്മായിൽ എന്നിവർ മത്സരിക്കും. സംസ്ഥാനത്ത് 10 മണ്ഡലങ്ങളിലാണ് SDPI മത്സരിക്കുന്നത്. NDA ജയിച്ചാൽ ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് BJPയുടെ തന്നെ ചില നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറഞ്ഞു. നമുക്കറിയാം, വളരെ പ്രാധാന്യമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. പലരും, പ്രത്യേകിച്ച് BJP ഭാരവാഹികൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ, ഒരു പക്ഷേ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാവും വീണ്ടും NDA അധികാരത്തിൽ വന്നാൽ എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളത്ത് VM ഫൈസൽ, ചാലക്കുടിയിൽ PP മൊയ്തീൻ കുഞ്ഞ്, കണ്ണൂരിൽ KK അബ്ദുൽ ജബ്ബാർ, വടകരയിൽ മുസ്തഫ കൊമേരി, പൊന്നാനിയിൽ അഡ്വക്കേറ്റ് KC നസീർ, വയനാട്ടിൽ ബാബുമണി കരുവാരക്കുണ്ടി എന്നിവരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യസുരക്ഷ, കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരൽ, ജനക്ഷേമം തുടങ്ങിയ കാര്യങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ വലിയ പരാജയമായിരുന്നു. നോട്ട് നിരോധനവും അശാസ്ത്രീയമായ GSTയും രാജ്യത്തിൻ്റെ സകല മേഖലയെയും തകർത്തു. കർഷകർ രാജ്യത്തുടനീളം അനുദിനം ആത്മഹത്യ ചെയ്യുന്നു. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുന്നില്ലെന്നും MK ഫൈസി ചൂണ്ടിക്കാട്ടി. രാജ്യം കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. രാജ്യത്തെ കള്ളപ്പണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കള്ളപ്പണക്കാർ രാജ്യം വിട്ടു പോവുകയും അങ്ങനെ രാജ്യം വിട്ടു പോകുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി BJP ഗവൺമെൻറ് മാറുകയും ചെയ്തു. നോട്ട് നിരോധനത്തിലൂടെയും അശാസ്ത്രീയമായ GST സംവിധാനം നടപ്പിലാക്കുക വഴി രാജ്യത്തെ എല്ലാ മേഖലകളിലും വലിയ മുരടിപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. മതേതര പാർട്ടികളെ BJPക്കെതിരെ ഒരുമിച്ച് നിർത്താൻ പോലും അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. BJP ഉണ്ടാക്കിവെച്ച വർഗീയ പരിസരം മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ അധികാരത്തിലേറിയാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുവരെ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇടതുപക്ഷം അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥ ബദൽ എന്ന മുദ്രാവാക്യവുമായി SDPI മത്സരരംഗത്തിറങ്ങുന്നത്. പല സംസ്ഥാനങ്ങളിലും യഥാർത്ഥ ബദൽ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും നീക്കുപോക്കുകളും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് BJP ഒഴികെയുള്ള ഏത് പാർട്ടികളുമായും SDPI ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. എല്ലാ സീറ്റുകളിലും SDPI വോട്ട് വേണ്ടെന്ന് പറയുവാൻ ലീഗ് തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.